ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി സൂര്യയോട് പറയാണ്, എനിക്ക് ഉറപ്പാണ് യതീന്ദ്രൻ സാറിനും പത്മ മേഡത്തിനും എന്തോ അപകടം വരുന്നത് പോലെ, അതുകൊണ്ട് സൂര്യ സാർ പോവുക എന്ന് പറഞ്ഞിട്ട് ചാവി എടുക്കുകയാണ് കേട്ടോ. ആ സമയം സൂര്യ ചോദിക്കുന്നുണ്ട്, ഇതെന്താടോ തനിക്ക്? എനിക്കറിയില്ല, അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് പിടക്കുന്നു, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം യതീന്ദ്രനെയും പത്മയൊക്കെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞിങ്ങനെ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാണാം അവരുടെ വഴിയിൽ കുറേ കല്ലും മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. അത് കാണുന്ന രഞ്ജിത്ത് പറയുന്നുണ്ട്, ഇതെന്താ വഴിയിൽ നിറച്ച് കല്ലും മരക്കഷ്ണങ്ങളൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അത് വല്ല ആളുകളുടെയും പണിയായിരിക്കും, എന്തായാലും അത് നീക്കം ചെയ്ത് നമുക്ക് പോകാൻ നോക്കാമെന്ന് യതീന്ദ്രൻ പറയാണ്. അപ്പോഴേക്കും ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ ആ ശരി അങ്കിൾ, ആയിക്കോട്ടെ, ഞാൻ എന്നാൽ വേണ്ട, നീ ഇറങ്ങണ്ട, നീ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ ചെന്നോളാം എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തനിക്ക് ഈ അപകടം വരുമെന്ന് ഒരിക്കലും യതീന്ദ്രൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ യതീന്ദ്രൻ്റെ പിറകിൽ വന്ന ഒരു ഒറ്റ അടി കേട്ടോ. അതോടുകൂടി രഞ്ജിത്തും ഇറങ്ങണം. അയ്യോ! അപ്പോഴേക്കും പത്മ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ്റെ അരികിലോട്ട് ഓടിയെത്താണ്. എന്നിട്ട് ഓടിയെത്തി അയ്യോ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും യതീന്ദ്രനെ ഇട്ട് അടിക്കുകയാണ്. അപ്പോഴേക്കും ഈ പറയുന്ന രഞ്ജിത്തും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ അച്ഛൻ ഉദയനും കൂടി ഓടി വരികയാണ്. പിന്നീട് ഗുണ്ടകളെല്ലാവരും കൂടി ഇവരെ ആക്രമിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അപ്പോഴേക്കും പത്മ അയ്യോ അയ്യോ, എന്താ ഇത്, എന്തിനാ നിങ്ങൾ ഇവരെ അടിക്കുന്നത്, എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താണെങ്കിലും പറയൂ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുമെങ്കിലും കൂടി തൻ്റെ ഭർത്താവിനെ തനിക്ക് രക്ഷിക്കാൻ കഴിയില്ല. തൻ്റെ കൺമുന്നിലിട്ട് അടിക്കുന്ന ആ രംഗം കണ്ടിട്ടാണ് കേട്ടോ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത്. സൂര്യയുടെ വരവ് പറയാനില്ല, ഒന്നൊന്നര വരവ് തന്നെയാണ് കേട്ടോ. സൂര്യ ഒരൊറ്റ വരവും പിന്നീട് കാറിൽ നിന്ന് ഓടി വരികയാണ്. എന്നാൽ ഈ സമയം സൂര്യയെ കാണുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോവാണ്. അങ്ങനെ നിർത്താതെ അടിക്കുകയും എല്ലാവരും രക്ഷപ്പെടുത്തുകയും സൂര്യ ചെയ്യാണ് കേട്ടോ. അങ്ങനെ സൂര്യ ഗുണ്ടകളെ ഇങ്ങനെ ഇട്ട് പൊതുരെ തല്ലുന്നുണ്ട്. ഓരോരുത്തരായി സൂര്യയെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയം പത്മ അയ്യോ മോനെ സൂര്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ സമയം യതീന്ദ്രനാണെങ്കിലോ മോളെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എൻ്റെ മനസ്സിലൊരു നെഞ്ചിടിപ്പ് തോന്നിയിരുന്നു, യതീന്ദ്രൻ സാറിനും പത്മ മേഡത്തിനും എന്തോ അപകടം പറ്റുന്നത് പോലെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയെത്തിയതെന്ന് പറയാൻ കേട്ടോ. ഇത് പത്മ കേൾക്കുന്നുണ്ട്. പക്ഷേ പത്മ കേൾക്കുമെങ്കിലും കൂടി പത്മ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലും വല്ലാത്തൊരു ടെൻഷനാണ് ഈ പറയുന്ന യതീന്ദ്രൻ്റെ ഉള്ളിൽ. അങ്ങനെ സൂര്യ ഗുണ്ടകളെല്ലാം അടിച്ചു ഒരു വിധമാക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ, ഇനി എന്താ ചെയ്യുന്നത്, നിങ്ങളൊരൊറ്റ കാറിൽ പോവുകയാണോ അതോ ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, തീർച്ചയായും അക്രമികൾ പിന്നാലെ ഉണ്ടാവാതിരിക്കില്ല, എന്തായാലും ഇനിയും ഞങ്ങളെ പിന്തുടരും, അതുകൊണ്ട് തന്നെ സൂര്യ നീ പോന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ഒരു കാറിലും അതുപോലെ മറ്റുള്ളവർ മറ്റേ കാറിലുമാണ് കേട്ടോ. അങ്ങനെ ഇവർ നേരെ അമ്പലത്തിലെത്തുന്ന ആ ഒരു സീനാണ്. അമ്പലത്തിലെത്തുമ്പോഴാണെങ്കിലും ഇവിടെ ഇവരെ വരവേൽക്കാനായി നിൽക്കുന്നത് പത്മയെ വരവേൽക്കാൻ ഗംഗ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഗംഗയെ കാണുന്ന പത്മക്ക് വല്ലാത്തൊരു ദേഷ്യം തന്നെ വരികയാണ്. ഇതെന്താ എവിടെ ഇവളിങ്ങനെ കഷ്ടപ്പെടുത്താനായി നിൽക്കുന്നത്, ഇവളെന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഇങ്ങനെ യതീന്ദ്രനോട് പറയുമ്പോൾ യതീന്ദ്രൻ പറയാണ്, ഇതൊരു അമ്പലമാണ്, നിൻ്റെ കുടുംബക്ഷേത്രം പോലെ തന്നെ അവളുടേതുമാണ്, അപ്പോൾ ഈ സമയം ഒന്നും മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പത്മേച്ചി വന്നല്ലോ, എന്നാലും എൻ്റെ വാക്കുകൾക്ക് പത്മേച്ചി അതിൻ്റേതായ മൂല്യം കൊടുത്തല്ലോ, പത്മേച്ചി ഇപ്പോഴെങ്കിലും അതിൻ്റെ സീരിയസ് മനസ്സിലാക്കിയല്ലോ, വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും പൂജാരി വരുന്നു കേട്ടോ. അങ്ങനെ പൂജാരിയുടെ മുന്നിലോട്ട് പത്മ ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ പത്മ എന്തായാലും ഞാൻ എൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, വിവാഹം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പൂജാ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന പൂജ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പൂജാ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂളുകയാണ്. അതിന് മറുപടിയില്ല. അയ്യോ ഞാൻ മറന്നല്ലോ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ സംസാരിച്ച് തുടരുമ്പോഴാണ് കേട്ടോ ഉടൻ തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് പൂജാ സാധനങ്ങളുമായി തട്ടുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതിലെല്ലാം ഉണ്ട്, പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട്. പത്മ മേഡത്തിൻ്റെ കൈകൊണ്ടാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ ദേഷ്യം പിടിക്കാനോ നിൻ്റെ വാശി നടത്താനോ നീ നിൽക്കരുത്, ഇപ്പോൾ നമ്മളുടെ മകളുടെ കാര്യമാണ്, അപ്പോൾ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ, എന്തായാലും നീ കൊടുക്ക് പൂജാ സാധനം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കുകയാണ്. ഇതേ സമയമാണെങ്കിലോ സൂര്യ ഇതെല്ലാം കണ്ട് മനസ്സമാധാനത്തോടെ
സമാധാനത്തോട് നിൽക്കുകയാണ്. എന്നാൽ ഗംഗ ഇവരുടെ പിന്നാലെ തന്നെ തുടർന്നിരിക്കുകയാണ്. അപ്പോൾ ഗംഗയുടെ ഈ ഒരു വരവ് കാണുമ്പോൾ പത്മക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പത്മ ചിന്തിക്കുന്നുണ്ട്, ഇതൊരു കഷ്ടമാണ് ഇവളെ കൊണ്ട്, ഇവളെന്തിനാ നമ്മളെങ്ങനെ പിന്തുടർന്ന് എന്ന് പറയുകയാണ്. അങ്ങനെ പൂജാരി പൂജ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ പൂജാരി ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ യാതൊരുവിധ കുഴപ്പമില്ല, നല്ല ബന്ധം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ദൈവം ഇതിനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ആ ഒരു കാര്യം പറയുമ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ്, പത്മയുടെ മുന്നിൽ ആ തെറ്റിദ്ധാരണ മാറ്റണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് ഗംഗ പറയുകയാണ്, അല്ല നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ ഇങ്ങനെ ഒരു കുടുംബത്തിലൊരു ബന്ധം നടക്കുന്നത്, എന്നിട്ട് ആ വിവാഹം മുടങ്ങും എന്നുള്ള സൂചന നിങ്ങൾ എനിക്ക് തന്നതുകൊണ്ടല്ലേ ഞാൻ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൂജ ഇവർ കൃത്യമായി ചെയ്തല്ലോ, ആ കൃത്യമായി ചെയ്തത് കൊണ്ട് തന്നെ പൂജയെ ദേവി ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ഉള്ളിൽ ആശയക്കുഴപ്പം പോലെ ഇങ്ങനെ സൂര്യക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഗംഗയുടെ ആ രാജീവ് എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാൾ മാറി നിന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഇവരൊക്കെ പോയതിന് ശേഷം തൻ്റെ ഏട്ടനെ ഇങ്ങനെ നോക്കുമ്പോൾ രാജീവ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ രാജീവേട്ട എങ്ങോട്ടാണ് പോയത്? അതെ, എപ്പോഴും നിൻ്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരു ഒത്തുകളി ഉണ്ടെന്ന് അവർക്ക് തോന്നും, അത് തോന്നാതിരിക്കാനാണ് ഞാൻ മാറി നിന്നത്. ഓ ആയിക്കോട്ടെ, അല്ല നീ ഇപ്പം എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത്? ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവാഹത്തിന് എന്തൊക്കെ തടസ്സങ്ങൾ ദേവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ അത് തിരുത്തി പറയുന്നത് എന്താ? നീ ഉദ്ദേശിക്കുന്നത്? അയ്യോ ഞാനല്ലല്ലോ തിരുത്തി പറഞ്ഞത്, പൂജാരിയല്ല, അതന്നെ എനിക്ക് മനസ്സിലാവാത്ത. ഇവിടുത്തെ ദേവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് ഇപ്പോൾ അവർക്ക് ആ വിവാഹം അടിപൊളിയാണ്, ഇത് ദേവി അനുഗ്രഹിച്ച വിവാഹമാണെന്ന് തിരിച്ചും പറയുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഏട്ടന് ഇപ്പം മനസ്സിലാവും എന്ന് പറയുന്ന സമയത്താട്ടോ പൂജാരി അങ്ങോട്ടേക്ക് വരുന്നത്. പൂജാരി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്? ഇല്ലല്ല, കറക്റ്റായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. ഇതേ സമയം അയാൾക്ക് വേണ്ട ക്യാഷും കൊടുക്കുകയാണ്. ഇപ്പം ഏട്ടന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓ മനസ്സിലായി, നീ പറയിപ്പിച്ചതാണല്ലേ? അതെ, ഞാൻ പറയിപ്പിച്ചത് തന്നെയാണ്, ഇത് എൻ്റെ ആവശ്യമാണ്. അല്ല, ഈ പറയിപ്പിക്കുന്നതിൽ നിനക്കെന്താ ഗുണം? ഇതിനെന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത് നിനക്ക് തന്നെ അറിയത്തുള്ളൂ. നീ എന്തിനാണ് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഞാൻ പറയിപ്പിച്ചതിൽ അതിൻ്റേതായ ഒരു കാര്യമുണ്ട്, അത് ഇനി കാണാം. അവരിവിടോട്ട് വരുന്ന വഴിക്ക് അവർക്ക് അപകടം ഉണ്ടാക്കി. ഇനി അവരുടെ വീട്ടിൽ ഞാനൊരു വിഗ്രഹം കൊണ്ടുവച്ചിട്ടില്ലേ, ആ വിഗ്രഹത്തിൽ ഒരു 1.5 അമിട്ടുണ്ട്, അത് പൊട്ടുമ്പോൾ അവർ മനസ്സിലാക്കിക്കോളുമെന്ന് പറയട്ടോ. എന്തൊക്കെയാണ് നീ പറഞ്ഞത്? അത് വഴി അറിയാട്ടാ, എല്ലാം ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോയില്ലേ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവന് ഒരു ചിരി വരികയാണ്, അവനൊരു സന്തോഷം തന്നെ അവൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സൂര്യ വീട്ടിലെത്തുകയാണ്. ബാക്കി എല്ലാവരും വീട്ടിലെത്തുമ്പോൾ പത്മ പറയുകയാണ്, എന്തായാലും കുടുംബക്ഷേത്രത്തിൽ പോയത് നന്നായുള്ളൂ, ദേവിയുടെ അനുഗ്രഹം കിട്ടി. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, അല്ല എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അപകടവും മാത്രമല്ല നമ്മുടെ പിന്നാലെ തന്നെ അവൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവളവിടെ ഉണ്ടാവുകയും മൊത്തത്തിലൊരു കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ദേവി അനുഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തലും എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ അവൾ നമുക്ക് അപായപ്പെടുത്താൻ എന്തോ മാർഗം ചെയ്തതുപോലെ നിനക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ഉടൻ തന്നെ അവളുടെ വരവ് വലിയ വരവ് തന്നെയാണ്, പക്ഷേ എങ്കിലും കൂടിയിട്ട് അവൾ വന്നതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോയി ദേവിയുടെ അനുഗ്രഹം കിട്ടി. ഇനി നമുക്ക് വൈകിക്കണ്ട, നമ്മുടെ വേദമോളുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചാലോ, നിശ്ചയം അങ്ങ് ഉറപ്പിച്ചാലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ, എന്താ പത്മ നീ ഇത്രയും തിരക്ക് കൂട്ടുന്നു? 3 മാസത്തെ കാലയളവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര പെട്ടെന്ന് നീ തിരക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അതെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? രഞ്ജിത്ത് നല്ല പയ്യനാണ്, എല്ലാം കൊണ്ടും നല്ലവനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് എന്തിനെ തിരുത്തി പറയേണ്ട ആവശ്യം? അതൊക്കെ ശരിയായിരിക്കാം, പിന്നെന്താ കുഴപ്പം? പിന്നെ ഒരു കുഴപ്പമില്ല. എന്തായാലും രഞ്ജിത്ത് നല്ല പയ്യനാണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹ നിശ്ചയം നടത്താം. അപ്പോൾ ഇതിനിടയ്ക്ക് പറയാണ്, നീ ഇതിനിടയ്ക്ക് ഒരു കാര്യം നീ പറഞ്ഞില്ല, നിൻ്റെയും എൻ്റെയും ഒക്കെ ജീവൻ രക്ഷിച്ച നമ്മുടെ നന്ദിനിയുടെ കാര്യം. നന്ദിനി ആ സമയം സൂര്യയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് പണി കിട്ടിയിരുന്നു, എന്ന് എൻ്റെ ജീവൻ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടോ. അതെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും അവളെക്കുറിച്ചുള്ള പുരാണം പറയുന്നത് കേട്ട് മടുത്ത്, ഇനി അത് പറയണ്ട, എനിക്കതത്ര കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സൂര്യക്കാണെങ്കിലോ സൂപ്പുമായി നന്ദിനി റൂമിലോട്ട് വരികയാണ്. അപ്പോൾ നന്ദിനി, നീ എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നീ എൻ്റെ അരികിലോട്ട് ഇരിക്കുക. അതെന്തിനാ സൂര്യ സാർ? അതൊക്കെ പറയാം, നീ ഇങ്ങോട്ടേക്ക് ഇരിക്കുക
എന്താ അല്ല ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനൊരു അപകടമുണ്ടാവുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ എൻ്റെ മനസ്സിലങ്ങനെ ദേവി തോന്നിപ്പിച്ച് എനിക്കങ്ങനെ ഒരു മനസ്സിലൊരു ടെൻഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞ് എന്തായാലും അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇവിടെ ഇരുന്ന് എൻ്റെ ഉള്ളിലൊരു സംശയം, ഇതിൻ്റെയൊക്കെ പിറകിൽ ആ ഗംഗ എന്ന സ്ത്രീയാണോ? ആ ഗംഗ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞതെന്താണ്? കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജാരി പറഞ്ഞു ഈ വിവാഹത്തിന് ഒട്ടും തന്നെ ദേവിക്ക് ഇഷ്ടമില്ലെന്ന് വിവരം അറിയിച്ചു എന്നാൽ നേരെ തിരിച്ച് ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയുന്നു. ഒക്കെ പാടെ കൂട്ടി ആലോചിക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു ലക്ഷ്യം ഉള്ളിലുള്ളതുപോലെ അത് കേൾക്കുന്ന നന്ദിനി പറയുന്നു. അവർക്ക് എന്ത് ലക്ഷ്യം? അവളെ വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് എന്തോ ഒരു ലക്ഷ്യം മനസ്സിലുണ്ട്. ആ ലക്ഷ്യം വെച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതും ഈ വിഗ്രഹവുമായി ഇങ്ങോട്ടേക്ക് വരവും അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും അങ്ങോട്ടേക്ക് എത്തിപ്പിച്ചതും. അപ്പോൾ അതിലൊരു ഗൂഢാലോചനയുണ്ട്. അതെന്തെന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ സൂര്യ പറയുകയാണ് കേട്ടോ. അങ്ങനെ പത്മക്കാണെങ്കിലും എത്ര നന്ദിനി രക്ഷിച്ചാലും പത്മയ്ക്ക് യാതൊരുവിധ സ്നേഹമോ ഒന്നും തന്നെ നന്ദിനിയോട് തോന്നത്തില്ല കേട്ടോ. പത്മയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ.